എല്ലാവർക്കും നമസ്കാരം. ഭഗവാൻ നാരായണൻ്റെ 10 അവതാരങ്ങളിൽ 6ാമത്തെ അവതാരം പരശുരാം. ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും പുത്രൻ രാമൻ. ശ്രീ മഹാദേവന്റെ ശിക്ഷണത്തിൽ ആയുധവിദ്യ പഠിച്ചു വന്നവൻ. ശിഷ്യന്റെ പാടവത്തിൽ സന്തോഷം കൊണ്ട മഹാദേവൻ പരശു കൊടുത്ത് അനുഗ്രഹിച്ചു. അന്നു മുതൽ പരശു കയ്യിലേന്തിയവൻ എന്ന അർത്ഥത്തിൽ പരശുരാമനായി. ഒരിക്കൽ പിതാവിൻ്റെ ആജ്ഞ കേട്ട് പെറ്റമ്മയെ വധിക്കുവാൻ പോലും തയ്യാറായവൻ. പക്ഷേ ആ അമ്മയെ വധിച്ച പാപമോർത്ത് തളർന്നു വീണ രാമനോട് എന്തു വരമാണ് വേണ്ടതെന്ന് പിതാവ് ചോദിച്ചപ്പോൾ മാതാവിൻ്റെ ജീവൻ തിരിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അങ്ങനെ മാതാവിന് പുനർജീവിതം കൊടുത്തവൻ. വളരെ കാലം തപസ്സനുഷ്ഠിച്ച് നാരായണൻ്റെ കയ്യിൽ നിന്നും വൈഷ്ണവ ചാപം വാങ്ങി ക്ഷത്രിയ നിഗ്രഹം നടത്തിയവൻ. ഒരിക്കൽ ജമദഗ്നിയുടെ ആശ്രമത്തിൽ കാർത്തവീരാർജുനൻ സൈന്യസമേതം വിശന്നു വലഞ്ഞെത്തി. എല്ലാവർക്കും വേണ്ട ഭക്ഷണം മഹർഷി കൊടുത്തു. ഇതെങ്ങനെയെന്ന ചോദ്യത്തിന് മറുപടിയായി താൻ പരിപാലിക്കുന്ന കാമധേനുവിൻ്റെ കഴിവുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നതെന്ന് മുനി പറഞ്ഞു. ഇത് കേട്ട് ആ പശുവിനെ സ്വന്തമാക്കണമെന്ന് രാജാവ് ആഗ്രഹിച്ചു. പക്ഷേ മുനി അതിനെ കൊടുക്കുവാൻ തയ്യാറായില്ല. എന്നാൽ രാജകിങ്കരന്മാർ ബലമായി അതിനെ പിടിച്ചുകൊണ്ടുപോയി. തടുക്കാൻ ചെന്ന മുനിയെ വധിച്ചു. ഇതറിഞ്ഞ് ക്രൂദ്ധനായി പരശുരാമനെത്തി. പിതാവിനെ കൊന്ന കാർത്തിവീരനെ കൊന്ന് ക്ഷത്രിയവംശത്തെ 21 തവണ കൂട്ടക്കൊല ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തു. അങ്ങനെ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റാനായി 21 വട്ടം ക്ഷത്രിയവധം നടത്തി. വധിക്കപ്പെട്ട രാജാക്കന്മാരുടെ രക്തം 5 കയങ്ങളിൽ നിറച്ചു വെച്ചു. ഇതാണ് സമന്ത പഞ്ചകങ്ങൾ എന്നറിയപ്പെടുന്ന പുണ്യസ്ഥലങ്ങൾ. ക്ഷത്രിയ ഹത്യകൾക്ക് പാപപരിഹാരമായി ഒരു മഹായാഗം സമന്തപഞ്ചകത്തിൽ നടത്തി പിന്നീട് മഹാതപസ്സനായി പോയി. ആ രാമനാണ് ഇപ്പോൾ ശൈവചാപം ഖണ്ഡിച്ചതറിഞ്ഞ് അതിക്രൂധനായി മാർഗമധ്യേ വിഘ്നമായി വന്നിരിക്കുന്നത്.